നമസ്കാരം. പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് വരുമാനം കുറച്ച് കൂടിയ ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. അത് ശരിക്കും ശരിയാണോ അല്ലയോ നമുക്കൊരു ഉദാഹരണത്തോടു കൂടി ഒന്ന് പറയാം. 25 വയസ്സുള്ളൊരു വ്യക്തിയും 35 വയസ്സുള്ളൊരു വ്യക്തിയും മാസം 5000 രൂപ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ. രണ്ടുപേരുടെയും ഉദ്ദേശം 55ാമത്തെ വയസ്സ് മുതൽ എല്ലാ സർക്കാർ ജോലിക്കാരെയൊക്കെ പോലെ തന്നെ മാസാമാസം ഒരു നിശ്ചിത വരുമാനം കിട്ടണം, ഒരു പെൻഷൻ പോലെ കിട്ടണം എന്ന രീതിയിലാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. മാസം 5000 രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 15% റിട്ടേൺസ് ആനുവലി കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് അവർ SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള വ്യക്തിക്ക് 30 വർഷം, 55 വയസ്സാവാൻ 30 വർഷം സമയമുണ്ട്. ഈ 30 വർഷമാണ് അയാൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. ഈ 30 വർഷം അയാൾ 5000 റുപ്പീസ് വെച്ച് അടക്കുമ്പോൾ 18 ലക്ഷം രൂപയാണ് പുള്ളി ടോട്ടലായിട്ട് അടച്ചിട്ടുണ്ടാവുക. ആ വ്യക്തിക്ക് ഏകദേശം 3.5 കോടി രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇനി നേരെ മറിച്ച് ആ 35 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 20 വർഷത്തെ സമയം മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അയാളും ഒരു 12 ലക്ഷം രൂപയോളം അടച്ചിട്ടുണ്ടാവും. പക്ഷേ ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോർപ്പസ് ഏകദേശം ഒരു 76 ലക്ഷം രൂപ മാത്രമായിരിക്കും. അതായത് അടവിൽ വെറും 6 ലക്ഷം രൂപയുടെ ഡിഫറൻസ് 10 വർഷം കൊണ്ട് വന്നപ്പോൾ റിട്ടേൺസിൽ ഏകദേശം 2.5 കോടി 2.25 കോടി രൂപയോളം മാറ്റമുണ്ടായി എന്ന് പറയാൻ പറ്റും. ഇനി അവർക്ക് രണ്ടുപേർക്കും ഈ 55ാമത്തെ വയസ്സിൽ ഈ പറയുന്ന കോർപ്പസ് വെച്ചിട്ടൊരു മിനിമം അവർക്കൊരു SWP ഒരു 0.75% മന്ത്ലി എന്ന രീതിയിൽ അവർ പിൻവലിക്കാൻ അല്ലെങ്കിൽ എല്ലാ മാസവും അവർ കിട്ടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം 25ാമത്തെ വയസ്സിൽ സേവിങ്സ് തുടങ്ങിയ വ്യക്തിക്ക് ഏകദേശം 2,62,000 രൂപയോളം മാസം ഉണ്ടാവുന്നുണ്ടാവും. അയാളുടെ ഈ 3.5 കോടി രൂപ പിന്നെയും അവിടെ കിടന്ന് വളരുന്നുണ്ടാവും. ഇനി നേരെ മറിച്ച് ഈ 76 ലക്ഷം രൂപ കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 57,000 രൂപ ആ വ്യക്തിക്ക് മാസം ഈ പറഞ്ഞ വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക, 2.25 ലക്ഷം രൂപയോളം ഏകദേശം ഡിഫറൻസ് ഇവിടെയും വന്നു. സോ ഏറ്റവും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക, നല്ല രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക.